നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആമസോൺ മെക്കാനിക്കൽ ടെക്, അതായത് എംടെക് എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ 10,000 വ്യൂസ് എത്തുന്ന സമയത്ത് അതിൻ്റെ പാർട്ട് 2 ചെയ്യാമെന്നും അന്ന് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ 10,000 വ്യൂസ് എന്ന് നമ്മുടെ ക്രൈറ്റീരിയ എത്തിയിട്ടുണ്ട്. ധാരാളം ആളുകൾ അതിൻ്റെ ചുവട്ടിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് വേണമെന്ന്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇപ്പോൾ ഈ കൊറോണയുടെ ഭീതിയൊക്കെ ഉള്ള സമയത്തായതുകൊണ്ടും അവർക്ക് ജോലിക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നതുകൊണ്ടും അക്കൗണ്ടിലുള്ള പലരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ദയവായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കഴിയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്. ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെട്ട് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള ഒരു മാർഗം ആയി കിട്ടിയാൽ അത് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ ടെക് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നത്. കാണാത്ത സുഹൃത്താണ് നിങ്ങളെങ്കിൽ മേലെ ഐ ബട്ടണിൽ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലും ഫസ്റ്റ് കമൻറ്റിലും നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ചെയ്ത വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എംടെക് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ പുതിയതായിട്ട് അക്കൗണ്ട് കിട്ടുമെന്ന് ചോദിക്കുന്ന ആളുകളോട്, പുതിയതായിട്ട് ഇന്ത്യയിലേക്ക് അക്കൗണ്ട് കൊടുക്കുന്നത്, ഇന്ത്യയിലേക്ക് നല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് അക്കൗണ്ട് കൊടുക്കുന്നത് ഒരു തരത്തിൽ അവർ നിർത്തിവെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ അത് പ്രഖ്യാപിതമായിട്ടുള്ളൊരു നയമാണോ എന്ന് ചോദിച്ചാൽ അല്ലതാനും. നമ്മൾ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യും, നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാം റൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഫൈനൽ സ്റ്റേജിൽ അവർ പറയും ഞങ്ങളൊരു കൺഫർമേഷൻ നിങ്ങളുടെ മെയിലിലേക്ക് അയക്കാം, അത് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ആ കൺഫർമേഷൻ 8 മാസം 10 മാസം 1.5 വർഷം 2 വർഷമൊക്കെ ആയിട്ടും കിട്ടാത്ത ധാരാളം ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അക്കൗണ്ട് കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യാൻ സമയമില്ലാത്ത അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരിക്കും. അത്തരം ആളുകൾ ഇപ്പോൾ ഈ അക്കൗണ്ടുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിൽപ്പനയ്ക്ക് വെച്ച അക്കൗണ്ടുകൾ നിങ്ങൾക്ക് പരിശോധിച്ചിട്ട്, അതായത് വെബ്സൈറ്റുകൾ പരിശോധിച്ച് അതിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ എത്രത്തോളം വർക്ക് അക്യൂറസി ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി മെഷേഴ്സ് ഒക്കെ നോക്കുക. അതിനുശേഷം മാത്രം വളരെ ചെറിയ എമൗണ്ടിന് ഈ അക്കൗണ്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലെങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഫിൽറ്റർ. ഇപ്പം ഞാനിവിടെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ ഇല്ലാതെ ആയിരിക്കും ആദ്യം വരിക. അപ്പോൾ ഈ വരുന്നതിൽ എല്ലാ വർക്കുകളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്വാളിഫൈ എന്ന് കാണുന്ന പോലെ ക്വാളിഫൈ എന്ന് കാണിക്കുന്നതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളല്ല. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ക്വാളിറ്റി മെഷേഴ്സൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്തായിരിക്കും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ നേരെ മേലെ വലത്തെ ഭാഗത്ത് കാണുന്ന ഫിൽറ്ററിൽ പോവുക, ഐ ആം ക്വാളിഫൈഡ് ടു വർക്ക് ഓൺ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ഫിൽറ്ററുകളുണ്ട്. എത്ര എമൗണ്ട് അറ്റ്ലീസ്റ്റ് കിട്ടുന്നത് വേണം. അതായത് ഇപ്പോൾ നമുക്ക് ഇതിൽ ഈ 0.01 എന്ന് പറഞ്ഞാൽ 1 സെൻറ്റാണ്. 100 സെൻറ്റ് ആയാലാണ് $1 ആവുക. അപ്പോൾ $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 75 രൂപ 60 പൈസ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. അപ്രോക്സിമേറ്റ് നമുക്കൊരു 75 രൂപ എന്ന് തന്നെ കണക്കാക്കാം. അതായത് 100 സെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ $1 ആയി. അതായത് ഇന്ത്യൻ മണി 75 രൂപ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു $10 ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗമായിട്ട് എടുക്കാൻ പറ്റും. സ്വന്തം വീട്ടിലിരുന്ന് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൽ മിനിമം ഒരു 50 സെൻറ്റ്, അതായത് 2 വർക്ക് ചെയ്താൽ നമുക്ക് $1 കിട്ടണം എന്നുള്ള രീതിയിലുള്ള വർക്കുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ചധികം വർക്കുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് കംപ്ലീറ്റ് നമുക്ക് അക്സെപ്റ്റ് ആൻഡ് വർക്ക് എന്ന് കാണിക്കുന്നത് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ്. അപ്പോൾ ഇതിൽ റിവാർഡ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണിച്ചിട്ടുണ്ട് 60 സെൻറ്റ്, $2 40 സെൻറ്റ്, $1 80 സെൻറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒപ്പം തന്നെ വർക്ക് ഡേറ്റും കൊടുത്തിട്ടുണ്ട്. എത്ര ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇൻ്റലിജൻറ്റ് ടാസ്ക്സ് ആണ് ഹിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 143 ഹിറ്റുകൾ, അങ്ങനത്തെ 143 വർക്കുകൾ നമുക്കിതിലുണ്ട്. അതിൽ അപ്രോക്സിമേറ്റ് 100 എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇൻറ്റു 0.60, 60 സെൻറ്റ് ഇൻറ്റു 100 എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു വർക്ക് നിങ്ങൾ ജസ്റ്റ് പ്രിവ്യൂ നോക്കുക. പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ വർക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വർക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ മേലെ വലത്തെ ഭാഗത്ത് കാണുന്ന അക്സെപ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് മാത്രമേ വർക്ക് ചെയ്യാവൂ. കാരണം ഈ കാണുന്നത് നിങ്ങൾക്കൊരു പ്രിവ്യൂ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡിറ്റർമിൻ ദി ടോപ്പിക് റിലേറ്റഡ്നെസ് ബിറ്റ്വീൻ പീസസ് ഓഫ് ടെക്സ്റ്റ്. Purpose എന്താണെന്നുള്ളതാണ്. The purpose of this job is to understand the relationship between a set of terms and a snippet of text for a
ഫ്രം എ വെബ്സൈറ്റ്. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള ടെക്സ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ നമ്മൾ നോക്കുന്നത്. നേരെ ഇതിൽ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് അതൊക്കെ വായിച്ച് നോക്കുക. അതിന് മുൻപ് നമ്മൾ എത്ര ഹിറ്റ് അതിലുണ്ടെന്ന് നോക്കുക. 1 or 2 ഹിറ്റിന് വേണ്ടിയിട്ട് ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യരുത്. ഇതിലെപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ടാസ്കിൻ്റെ ഏകദേശ രൂപം. പ്ലീസ് കമ്പയർ ദി ടേംസ് ടു ദിസ് ടെക്സ്റ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏകദേശ രൂപം. ഇതിൽ ഹൗ ആർ ദേ റിലേറ്റഡ് ടു ഈച്ച് അതർ. ദി ടു ആർ ടോപ്പിക്കലി റിലേറ്റഡ്. അതായത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ രണ്ടും റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ സിംഗിൾ ആണോ, ഇത് വേറൊന്നും മറ്റേത് വേറൊന്നും ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത് വായിച്ച് നോക്കി മനസ്സിലാക്കുക. അതിന് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഐ കനോട്ട് ഡിറ്റർമിൻ ദി റിലേറ്റഡ്നെസ് ബിക്കോസ് ദി ടെക്സ്റ്റ് ഈസ് ഇൻ ലാംഗ്വേജ് ഐ ഡോണ്ട് സ്പീക്ക് ഓർ ദി ടെക്സ്റ്റ് ഈസ് ഇൻറ്റലിജിബിൾ. അപ്പോൾ അത് നമുക്ക് വായിക്കാൻ പറ്റാത്ത കണ്ടീഷനിലോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ അതിനും റിവാർഡ് ഉണ്ടായിരിക്കും. ഇവർ പറഞ്ഞ 60 സെൻറ്റിലും കൂടുതൽ ചിലപ്പോൾ നമ്മുടെ വർക്ക് നല്ല അക്യൂറസിയോട് കൂടി നമ്മൾ ചെയ്തു കൊടുത്താൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പറഞ്ഞ എമൗണ്ടിലും കൂടുതൽ അവർ നമുക്ക് റിവാർഡായിട്ട് തരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ വർക്ക് ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിരിക്കണം. നമുക്ക് പരമാവധി പെട്ടെന്ന് ചെയ്ത് തീർക്കുക. ഇതിൽ ടൈം അലോട്ടഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. 20 മിനിറ്റാണ് നമുക്ക് സമയം തന്നിട്ടുള്ളത്. നോ ടാസ്ക് അവൈലബിൾ. അപ്പോൾ അതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇതിൽ ഹിറ്റ് 141 കാണിച്ചിട്ടുണ്ടെങ്കിലും വർക്കുകൾ കഴിഞ്ഞു പോയി. അതായത് ഇത് ഇൻ്റർനാഷണൽ വെബ്സൈറ്റ് ആണ്. ഈ 141 വർക്ക് എന്ന് പറയുന്നത് മൊത്തത്തിൽ അതിൽ ബാക്കിയുള്ള വർക്കുകളാണ്. അപ്പോൾ 1000 അതിൽ കൂടുതലൊക്കെ ഉള്ളത് നമുക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കെങ്കിലും ബാക്കി കുറച്ചൊരു 10 ചെയ്യാൻ പാകത്തിന് കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ജോലി ഇല്ലാതെ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു പോകുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെപ്പോഴും നല്ല രക്ഷമായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ റിട്ടേൺ എന്നുള്ളത് കൊടുക്കുകയാണ്. അതായത് വർക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടൈം കഴിയുന്നത് വരെ അവിടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് റിജക്റ്റ് ആവും. അതിലേറെ ബെസ്റ്റ് നമ്മളത് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വർക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈം ഓടുന്നത് കാണാം. അപ്പോൾ ഈ ടൈം ഓടുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ടൈം തീരാനൊന്നും കാത്തിക്കരുത്. അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് വേറെ തിരയാൻ പോവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മളതിനെ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഹിറ്റ്സിൽ പോവാം. നമ്മൾ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത് ഇതിൽ ഏകദേശം നിങ്ങൾക്ക് എമൗണ്ടുകൾ നോക്കിയാൽ അറിയാം. ഓരോന്നും ഓരോ ടൈപ്പിലുള്ളതാണ്. നിങ്ങൾക്ക് എന്തിലാണ് കഴിവ്, നിങ്ങൾ എന്ത് ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് കഴിവുള്ളത് എന്നതിനെ ആശ്രയിച്ചിട്ട് വേണം ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു മാർക്കറ്റ് സർവേ നടത്തുന്നതിൽ നല്ല നോളജുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ല കഴിവും താല്പര്യമുള്ള ആളായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ അത്തരത്തിലുള്ള വർക്കുകൾ കിട്ടും. ഇപ്പം നിങ്ങളൊരു പിക്ചർ അനലൈസ് ചെയ്യുന്ന ഒരാളാണ്, അതിൽ താല്പര്യമുള്ള ഒരാളാണ്, അതിന് പറ്റിയ വർക്കുകൾ ഇതിൽ കിട്ടും. ഇനിയിപ്പോൾ ഒരു ബില്ല് സിമ്പിളായിട്ട് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവോയ്സുകൾ വരും. അതായത് പല സ്ഥാപനങ്ങളുടെയും ബില്ലുകൾ, ആ ബില്ലുകളെ നമ്മൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് ആക്കി കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഒരു സ്ലിപ്പായിരിക്കും, തെർമൽ പ്രിൻ്റ് ചെയ്ത ഒരു സ്ലിപ്പായിരിക്കാം. അതിനെ സ്കാൻ ചെയ്ത് തരും. തൊട്ടപ്പുറത്തൊരു കോളം തരും. ആ കോളത്തിലേക്ക് നമ്മൾ ഈ തെർമൽ പ്രിന്റിലുള്ള കാര്യങ്ങളെ അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 സെൻറ്റോ 2 സെൻറ്റോ 5 സെൻറ്റ് 6 സെൻറ്റ് അങ്ങനെ പല തരത്തിലായിരിക്കും വരുന്നത്. അതിൽ തന്നെ നമുക്ക് റിവാർഡുകളും ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകളുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. എക്സ്ട്രാക്ട് പർച്ചേസ്ഡ് ഐറ്റംസ് ഫ്രം ദി ഷോപ്പിംഗ് റെസിപ്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് റെസിപ്റ്റ് നിന്ന് അടിച്ചാലും മതി. ഇതിൽ നമ്മൾ മുൻപ് സെർച്ച് ചെയ്തത് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാറ് അത്തരം സാധനങ്ങളാണ്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് അതിലാണ്. കാരണം ധാരാളം ഇൻവോയ്സുകൾ നമ്മുടെ കയ്യിൽ ഡെയിലി വരുന്നതാണ്. ഈ വെബ്സൈറ്റ് വഴിയല്ല, അല്ലാത്ത രീതിയിൽ തന്നെ. അപ്പോൾ അത്തരം ഇൻവോയ്സുകളെ അനലൈസ് ചെയ്യുന്നതിലും ക്രോസ് ചെക്ക് ചെയ്യുന്നതിലും അതിനെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുന്നതിലൊക്കെ അത്യാവശ്യം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഒപ്പം തന്നെ അതിൽ അക്യൂറസി ഒരു 99.99% നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഏതിലാണ് എക്സ്പെർട്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് പറ്റുന്ന വർക്കുകൾ ഇതിലുണ്ടോ എന്ന് നോക്കുക. എല്ലാ സമയത്തും ഹിറ്റ്സ് ഇതിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല.
വൈകുന്നേര സമയങ്ങളിൽ കൂടുതലായിട്ട് ഹിറ്റുകൾ ഉണ്ടായിരിക്കും. നേരം വെളുക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ തീർന്നു പോകും. അപ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ളത് നോക്കുക. ഇപ്പോൾ ഇതിൽ നമ്മൾ നോ ഹിറ്റ്സ് മാച്ച് യുവർ ക്രൈറ്റീരിയ, അതായത് ഷോപ്പിംഗ് റെസീപ്റ്റ്സ് ഒന്നും നിലവിലില്ല. അപ്പോൾ ഇത് ഒരു തവണ ചെക്ക് ചെയ്തിട്ട് അതിലില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും പുതിയ വർക്ക് വരുന്നത്. നമുക്ക് ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിലിപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റ് ഹിറ്റ് ഡീറ്റെയിൽസ്, ഇത് കണ്ടോ, അപ്ലോഡ് ചെയ്ത ടൈമും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഏത് സമയത്താണ് 4/5/2019 ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വർക്കുള്ളത് ആൻഡ്രാ കാങ് എന്ന് പറയുന്ന ആൾ വർക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് 60 സെൻറ്റിൻ്റെ വർക്കാണ്. 11 മണിക്കൂറായിട്ടുള്ളൂ അപ്ലോഡ് ചെയ്തിട്ട്. 11 മണിക്കൂറായപ്പോഴത്തേക്ക് ഹിറ്റ്സ് 10 ബാക്കിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസമായത്, 4 ദിവസമായത്, 12 ദിവസമായത്, അങ്ങനെ പല പല വർക്കുകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഇതിൽ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ മനസ്സിലാവുള്ളൂ. ഇത് മറ്റൊരു ടാസ്ക്കാണ്. ഈ കാണുന്നത് ടൈപ്പ് ദി ടെക്സ്റ്റ് വെരി കെയർഫുള്ളി എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ കാണുന്നത് ഒരു ഇമേജാണ്. ഈ കാണുന്ന ഇമേജിലെ ടെക്സ്റ്റുകൾ, അതായത് അതിൽ കൊടുത്തിട്ടുള്ള അക്കങ്ങൾ, കോമ, പുള്ളി, കുത്ത്, ബാറുകൾ എല്ലാം, അതേപോലെ തന്നെ അക്ഷരം വലിയ അക്ഷരമാണോ ചെറിയ അക്ഷരമാണോ, ഇതൊക്കെ വളരെ സൂക്ഷ്മമായി നോക്കി സ്പേസുകൾ കൃത്യമായിട്ട് ഈ താഴെ കാണുന്ന കോളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതാണ് ഈ വർക്കിൻ്റെ സ്വഭാവം. അപ്പോൾ ചെറിയ സാധനമാണെങ്കിൽ കൂടി വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് അത് വലിയ അക്ഷരമാണോ ചെറിയ അക്ഷരമാണോ മുതലായ എല്ലാ കാര്യങ്ങളും നോക്കണം. അതിൽ ഇൻസ്ട്രക്ഷൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും സാധനം നിങ്ങളുടെ കീബോർഡിൽ ഇല്ലാത്തതാണെങ്കിൽ നമുക്കിത് ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഇതിലില്ലാത്തത്, നമുക്ക് കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റത്തൊക്കെ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ബി കെയർഫുൾ ABCD ആൻഡ് ABCD, അതായത് വലിയ അക്ഷരത്തിൽ ABCD, അതായത് വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഡിഫറൻ്റ് ആണ്. അതാത് ഫോമിൽ തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിതിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊന്നും അതിൽ ടൈപ്പ് ചെയ്ത് വിടരുത്. ആൾമോസ്റ്റ് ഒരുവിധം ലെവലായി കഴിഞ്ഞാൽ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് റിജക്റ്റ് ആവും. ഒരുപാട് വർക്കുകൾ റിജക്റ്റ് ആയാൽ മറ്റുള്ളവർ നമുക്ക് വർക്ക് തരാത്ത അവസ്ഥയും വരും. ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത് 10 മിനിറ്റാണ്. മാക്സിമം നമുക്ക് 10 മിനിറ്റ് വരെ എടുക്കാൻ പറ്റും. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ടൈം റൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. 1 സെൻറ്റാണ് ഇതിൽ നമുക്ക് ആകപ്പാടുള്ളത്. അതായത് ഇങ്ങനത്തെ 3 കോളം വെച്ചിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 സെൻറ്റ് കിട്ടും. ഇങ്ങനത്തെ 100 വർക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $1 കിട്ടും. $1 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് 75 രൂപ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആകെ മൊത്തം 24 ഹിറ്റുകൾ മാത്രമേ അതിൽ ബാക്കിയുള്ളൂ. ഇപ്പോൾ കൊറോണയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം കണ്ടമാനം വർക്കുകൾ വന്ന് നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അത് പോകുന്നതാണ്. ഇപ്പം ഞാനിതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരു തവണ എടുത്ത് രണ്ടാമത്തെ തവണ എടുക്കുമ്പോഴത്തേക്ക് അതിൽ പകുതിയിലധികമൊക്കെ ഹിറ്റ്സ് കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിലത്തെ ഒരു സിമ്പിൾ വർക്കാണ്. ഇപ്പം നിലവിൽ നമുക്ക് പ്രിവ്യൂ കാണിക്കാൻ പറ്റുന്ന തരത്തിലെങ്കിലും കിട്ടിയത് ഈ ഒരെണ്ണമാണ്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതിലും ഇല്ല വർക്ക്. അപ്പോഴത്തേക്ക് നമ്മളിത് സംസാരിച്ച സമയം കൊണ്ട് അതും ആരോ ചെയ്ത് തീർത്തു. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നല്ല ഹിറ്റ്സ് തപ്പിക്കൊണ്ടേ ഇരിക്കുക. ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. നല്ല ഹിറ്റ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സമയം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യുക. ഒരിക്കലും ഇതുകൊണ്ട് മാത്രം ജീവിച്ചും പോവാം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മറ്റൊരു ജോലിയുടെ ഒപ്പം പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ 4 മണി 5 മണി ആകുമ്പോഴത്തേക്ക് ഓഫീസിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പോയി കോളേജിൽ പോയി തിരിച്ചു വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1-2 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങളുടെ ചിലവിനുള്ള പൈസയൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിൽ $10 വരെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന വർക്കുകളുണ്ട്. അതായത് അത് നിങ്ങളുടെ കഴിവിനനുസരിച്ചും ക്വാളിറ്റിക്ക് അനുസരിച്ചും ഒക്കെയാണ്. ഇപ്പോൾ പ്രബന്ധങ്ങൾ എഴുതാനുള്ളത് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ $10 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടാവുമെന്ന് അറിയില്ല, ഓരോ സമയത്ത് ഓരോന്നാണ്. നമുക്ക് ഫിൽറ്റേഴ്സ് ഇങ്ങനെ ധാരാളം ഉണ്ടായിരിക്കും. $10 വർക്കുകളുണ്ട്. അപ്പോൾ
അതിലെല്ലാം ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്യുന്നത് അത്തരം വർക്കുകൾ നമ്മൾ ഒന്നോ രണ്ടോ പേയ്മെന്റ് ഇല്ലാത്തത് ചെയ്ത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ നോ ഹിറ്റ്സ് മാച്ച് യുവർ ക്രൈറ്റീരിയ, അതായത് അത്തരത്തിലുള്ള വർക്കുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. കാരണം അത് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല അത് സമയം ഒരുപാട് എടുക്കേണ്ടതും നമ്മൾ കണ്ടമാനം സമയം ചിന്തിക്കേണ്ടതുമായിട്ടുള്ള വർക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് എടുക്കാറില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശ രൂപം. വർക്കുകൾ ഹിറ്റ്സിൽ പോവുക. ഹിറ്റ്സിൽ നിങ്ങൾക്ക് ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രം നമുക്കത് മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ. ഇതിൽ പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുക. എത്ര എമൗണ്ട് വരെ കിട്ടുന്ന വർക്കുകൾ നമുക്ക് 0.0 സെൻറ്റ് ഇട്ടാൽ പോലും അതിന് പറ്റുന്ന വർക്കുകളും ഉണ്ട്, ഒന്നും കിട്ടാത്ത വർക്കുകളും ഉണ്ട്. അപ്പോൾ മിനിമം 1 സെൻറ്റെങ്കിലും ഇതിന്ന് കിട്ടും. മാർക്കറ്റ് റിസർച്ച് സർവേ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ജോബാണത്. ജസ്റ്റ് 1 hour ആയിട്ടുള്ളൂ ഇട്ടിട്ട്. ഇതിൽ അത്യാവശ്യം ഹിറ്റ്സ് ഉണ്ട്. 90 മിനിറ്റ് സമയം നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടമാനം ജാമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴത്തേക്ക് തന്നെ. അതുപോലെ തന്നെ നമുക്കിത് ഒരു വർക്ക് ഇപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ കണ്ടമാനം വർക്ക് വരുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ ആക്സെപ്റ്റ് നെക്സ്റ്റ് ഹിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ അടുത്തത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അക്സെപ്റ്റ് ആവും. നമുക്ക് അതിലുള്ളത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചിലത് ചിലപ്പോൾ വല്ല പെപ്സിയുടെ കൊക്കക്കോളയുടെ ഒക്കെ മാർക്കറ്റ് സർവേ ആയിരിക്കാം. അങ്ങനെ പല പല തരത്തിലുള്ള വർക്കുകൾ ഇതിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞു പിടിക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതും എന്തോ കംപ്ലൈൻ്റ് ആണ് ഈ ഹിറ്റിനും. അപ്പോൾ നമ്മൾ റിട്ടേൺ കൊടുക്കുക, പുറത്തേക്ക് പോവാം. അപ്പോൾ ഇത് ഭയങ്കര ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇതിൽ ജാമാണ്. വരുന്ന വർക്കുകളൊക്കെ നമ്മൾ എടുത്ത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്തു തരിക. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ആമസോണിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യേണ്ട രൂപം ഞാൻ ഏകദേശം പറഞ്ഞു തന്നെന്ന് വിചാരിക്കുന്നു. ഇതിൽ വർക്കുകൾ കുറവാണെന്ന് വരുന്ന സമയങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾ സെർച്ച് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിൽറ്ററിൽ എമൗണ്ട് ഒന്ന് കമ്മിയാക്കി കൊടുക്കുക. 0 അല്ലെങ്കിൽ 1 ഒക്കെ കൊടുക്കുക. ഇതിൽ ഒരു പേയ്മെൻറ്റും കിട്ടാത്ത വർക്കുകളും ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മളതിൽ പേയ്മെൻറ്റ് എത്രത്തോളം കിട്ടും എന്നുള്ളത് വ്യക്തമായി നോക്കിയതിന് ശേഷം മാത്രമേ ഈ വർക്ക് അക്സെപ്റ്റ് ചെയ്യാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുക പേയ്മെൻറ്റിൻ്റെ ഭാഗത്ത് റിവാർഡ് എന്നുള്ളടത്ത് 0.00 എന്നിട്ടുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് നിങ്ങൾ ആ വർക്ക് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത്തരം വർക്കുകളൊക്കെ നമുക്ക് അക്യൂറസി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് മാത്രം. അല്ലാതെ നമ്മളതൊരു കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ നമ്മളതിന് വരുമാനത്തിന് ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇത്തരം വർക്കുകളൊന്നും അക്സെപ്റ്റ് ചെയ്യരുത്. അപ്പോൾ പേയ്മെൻറ്റ് കുറഞ്ഞതിൽ ഷോപ്പിംഗ് റെസിപ്റ്റ്സ് ഉണ്ടാവും. പേയ്മെൻറ്റ് കൂടിയ ഷോപ്പിംഗ് റെസിപ്റ്റ്സും വരാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ മാത്രമേ ഈ ഷോപ്പിംഗ് റെസിപ്റ്റ്സൊക്കെ അത്ര അധികമായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അത് വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ചില കമ്പനികൾ അവർ ഷോപ്പിംഗ് റെസിപ്റ്റ്സ് ഒരുപാട് ബൾക്കായിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് അയക്കും. അതായത് മെയിലിലേക്ക് മെയിൽ വരും, ഇത്രയധികം ഷോപ്പിംഗ് റെസിപ്റ്റ്സ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ലിങ്കും തരും. അപ്പോൾ അതുപയോഗിച്ച് നിങ്ങൾക്ക് കയറിയിട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ നല്ലൊരു വർക്കറാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് മെയിൽ അയക്കും.